നമസ്കാരം. ഞാൻ ആവോലി ഗോപാലൻ. എൻ്റെ അച്ഛൻ്റെ പേര് മണി. ഞങ്ങൾ സാമ്പത്തികമായി വളരെ റിച്ച് ആയിരുന്നു. ഹലോ മക്കളെ, അഖിൽ നമസ് ആണ്. നമുക്ക് പഠിക്കാനുള്ള പോവർട്ടി എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാറ്റഗറൈസിങ് പോവർട്ടി. നമുക്കറിയാം, ബേസിക് ആയിട്ടുള്ള നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യാനില്ലാത്ത ആ അവസ്ഥയാണ് നമ്മൾ പോവർട്ടി എന്ന് പറയുന്നത്. പോവർട്ടിയെ നമ്മൾ മെയിനായിട്ട് മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്: ക്രോണിക് പുവർ, ട്രാൻഷ്യന്റ് പുവർ ആൻഡ് നെവർ പുവർ. ഇതിൽ ക്രോണിക് പുവറിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ഓൾവേസ് പുവർ ആൻഡ് യൂഷ്വലി പുവർ. ഇനി രണ്ടാമത്തെ കാറ്റഗറി ട്രാൻഷ്യന്റ് പുവറിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ടേണിംഗ് പുവർ ആൻഡ് ഒക്കേഷണലി പുവർ. ആൻഡ് അവസാനത്തെ കാറ്റഗറി നെവർ പുവർ. ഇങ്ങനെ 5 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പോവർട്ടിയെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നമസ്കാരം, എൻ്റെ പേര് സന്തോഷ്. ഞാൻ ഇതുവരെ പോവർട്ടി ലൈനിൻ്റെ മേലോട്ട് പോയിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, പണമില്ല, പലപ്പോഴും ഞാൻ പട്ടിണിയിലാണ്. എനിക്ക് സ്വന്തമായിട്ട് ഡ്രസ്സില്ല. ഈ ഇട്ടിരിക്കുന്നവരെ എൻ്റെ സുഹൃത്തുക്കളതാണ്. എനിക്ക് സ്വന്തമായിട്ടുള്ളത് എൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഇപ്പം നിങ്ങൾ കണ്ടതാണ് ഓൾവേസ് പുവർ. അതായത് ഇവരെപ്പോഴും ദാരിദ്ര്യാവസ്ഥയിലാണ്. ഒരിക്കൽ പോലും പോവർട്ടി ലൈനിന്റെ മുകളിലേക്ക് വന്നിട്ടില്ല. ഒരിക്കൽ പോലും ഇവർക്ക് ഇവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഇൻകം കിട്ടിയിട്ടില്ല. എൻ്റെ പേര് കദിനേഷ് കുമാർ. ഞാനൊരു പടക്കക്കടയിൽ ജോലി ചെയ്യുന്നു. സാധാരണ ഞാൻ പോവർട്ടി ലൈനിൽ താഴെയാണ് ഉണ്ടാവാറ്. പക്ഷേ പടക്കത്തിൻ്റെ സീസൺ വരുമ്പോൾ ഞാനൊരൊറ്റ കുതിപ്പ ഇതുപോലെ. അപ്പം ഞാൻ ബ്ലഡി റിച്ച് ആവും. അപ്പോൾ വാങ്ങിയതാ ഈ കോട്ടൊക്കെ. പക്ഷെ സീസൺ കഴിയുമ്പോൾ നേരെ താഴേക്ക് തന്നെ വരും, പോവർട്ടി ലൈനിൽ താഴെ എത്തും. ഇതെൻ്റെ പടക്കാവാൻ ചാൻസ് ഇല്ല, പൊട്ടാറില്ലല്ലോ സാധാരണ. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് യൂഷ്വലി പുവർ. അതായത് ഇവർ സാധാരണ രീതിയിൽ പോവർട്ടി ലൈനിന്റെ താഴെയാണ്, പക്ഷെ ചില സമയത്തൊക്കെ ഇവർ പോവർട്ടി ലൈനിന്റെ മുകളിൽ വരാറുണ്ട്. അതായത് സംടൈംസ് ഇവർക്ക് ഇവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഇൻകം ലഭിക്കാറുണ്ട്. ഞാൻ ആവോലി ഗോപാലൻ. ആവോലി പിടുത്തത്തിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ആവോലിയുടെ സീസൺ ആകുമ്പോൾ ഞാനൊരു വാരലങ്ങ് വാരും. അപ്പം ഞാൻ പോവർട്ടിൻ്റെ മുകളിലാണ്. ഇനിയിപ്പോൾ സീസൺ അല്ലാത്തപ്പോൾ കുത്തിരിപ്പ. അപ്പം ഞാൻ പോവർട്ടിയിൽ താഴെയാണ്. ആവോലിയുടെ സീസൺ നിങ്ങൾക്കറിയാലോ, അതിങ്ങനെ കയറിയും ഇറങ്ങിയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിപ്പാണ്. അപ്പോൾ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറേക്ക് വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ കൂട്ടുകാരെങ്കിലും പറഞ്ഞുവിടാം. ഇപ്പം നിങ്ങൾ കണ്ടതാണ് ടേണിംഗ് പുവർ. അതായത് ഇവർ റെഗുലർ ബേസിസിൽ പോവർട്ടി ലൈനിന്റെ മുകളിലും താഴെയുമായിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹായ്, എൻ്റെ പേര് അഭിജിത്ത്. ഞങ്ങൾ സാമ്പത്തികമായി വളരെ റിച്ച് ആയിരുന്നു. ആ ഇടെയാണ് വെള്ളപ്പൊക്കം വരുന്നത്. അങ്ങനെ ആ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും ഒരുപാട് സ്വത്തുകളൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ പോവർട്ടി ലൈനിൻ്റെ താഴെയായി. പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ പഴയ സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇപ്പോൾ പോവർട്ടി ലൈനിൻ്റെ മുകളിലാണ് അടുത്ത വെള്ളപ്പൊക്കം വരുന്നവരെ. ഇപ്പം നമ്മൾ കണ്ടതാണ് ഒക്കേഷണലി പുവർ. ഇവർ യൂഷ്വലി റിച്ച് ആണ്, അതായത് പോവർട്ടി ലൈനിന്റെ മുകളിലാണ്. പക്ഷെ ചില സമയത്ത് ബാഡ് ലക്ക് കാരണമൊക്കെ പോവർട്ടി ലൈനിന്റെ താഴെ പോവാറുണ്ട്. എൻ്റെ പേര് ധനബാലൻ. എൻ്റെ അച്ഛൻ്റെ പേര് മണി. ഞാനും റിച്ചാണ്, എൻ്റെ അച്ഛനും റിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവർട്ടി ലൈനിൻ്റെ മുകളിലാണ്. ദാരിദ്ര്യം അതെന്താണെന്ന് എനിക്കിതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാനൊരു പണക്കാരനാണെന്ന് കരുതി ഈ ധനബാലനോടാരും കടം ചോദിക്കാൻ വരണ്ട, തരില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് നെവർ പുവർ. അതായത് ഇവരെപ്പോഴും പോവർട്ടി ലൈനിന്റെ മുകളിലായിരിക്കും. അതായത് ഇവർക്ക് എപ്പോഴും ഇവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഇൻകമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലഭിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് കാറ്റഗറൈസേഷൻ ഓഫ് പോവർട്ടി. ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൊമേഴ്സിലെ വലിയ കൺസെപ്റ്റുകൾ സിമ്പിളായി പഠിക്കാൻ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കാണാം. ബൈ.